എങ്ങനെ ഉദ്ദേശിച്ചാലും എന്നെ സംശയിക്കുന്ന, എന്നെ സ്നേഹിക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട. തീരുമാനം അവസാനത്തേതാണോ? അതിന് സംശയം വേണ്ട അഭിരാമിക്ക്. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയെ എനിക്ക് വേണ്ട. അഭി, ഭാര്യ എന്ന് പറയണത് ഭർത്താവിന്റെ മനസ്സാവണം. ഈ വാമഭാഗം എന്ന് പറയണതേ അത് വാനോട് ഉയരേണ്ട ഒരു അവകാശ. ആ അവകാശത്തിന് യോഗ്യത ഇല്ല അഭി നിനക്ക്. എന്റെ യോഗ്യത ഞാൻ തെളിയിക്കും. ഒരു നല്ല ഭാര്യയായിട്ടിരിക്കാൻ എനിക്ക് കഴിയുന്നു എന്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചു തരൂ അനന്തന്. മോളെ, നീ എന്താ ഇനി ഇവിടെ നിൽക്കണോ? അബി, എന്നേക്കുമായി അല്ലേ? പ്രതീക്ഷയുണ്ടായിരുന്നു നിനക്ക് അല്ലേ? ഉണ്ടായിരുന്നു, ഇനിയില്ല. മനഃപൂർവ്വ ഞാൻ ഇറങ്ങി വരാത്തത്. വന്നാലും എനിക്കെന്താ പറയാൻ കഴിയാ? എന്റെ കൂടെയല്ലല്ലോ, നിന്റെ കൂടെയല്ലേ അവൾ ജീവിക്കേണ്ടത്. അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായി പോയോ? തെറ്റും ശരിയും തീരുമാനിക്കാൻ എനിക്ക് നിന്നേക്കാൾ അറിവൊന്നുമില്ല മോനെ. തെറ്റാണോ ശരിയാണോ എന്ന് കുറെ കാലം കഴിയുമ്പോൾ തനിയെ ബോധ്യപ്പെടും. എന്നെ സ്നേഹിക്കാൻ കഴിയാതെ ഒരു പെണ്ണ് എങ്ങനെയാ എന്റെ കൂടെ ജീവിക്കുക? എനിക്കെങ്ങനെയാ അവളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയാ? അതുകൊണ്ടാമേ ഞാൻ... സാരമില്ല, ഈ തീരുമാനവും നല്ലതിനായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നതാ നല്ലത്. സാരമില്ല മോളെ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അച്ഛനാ. മോളെ അച്ഛൻ നിർബന്ധിക്കരുതായിരുന്നു. അച്ഛനും പറഞ്ഞത് അത് തന്നെയാ. സാരമില്ല. അവിടുന്ന് അപമാനിച്ചിറക്കി വിടുമെന്ന് അച്ഛൻ വിചാരിച്ചില്ല. ഇനി വേണ്ട, കല്യാണത്തിന് ഒരിക്കലും മോളെ അച്ഛൻ നിർബന്ധിക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു കുടുംബജീവിതം എൻ്റെ മോൾക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. വെറുതെ ഓരോന്നോർത്തിരുന്ന് വിഷമിക്കാതിരുന്നാ മതി. വിഷമിക്കരുതെന്ന് പറഞ്ഞ എന്റെ സങ്കടം തീരൂ. പട്ടിണി കിടന്ന് സമരം ചെയ്ത് എന്നെ ഈ അവസ്ഥയിലാക്കിയത് അച്ഛനല്ലേ?
ആണ്. നിന്റെ ഭാവിക്ക് വേണ്ടിയാ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത്. അച്ഛനോട് ക്ഷമിക്ക. ഇല്ല, ക്ഷമിക്കില്ല. എന്നെ ഈ അവസ്ഥയിലാക്കിയത് അച്ഛനാ. അതുകൊണ്ട് ഒരിക്കലും അച്ഛനോട് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം മോളെ? ഒന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി അച്ഛൻ. മറ്റൊരു സ്ത്രീയെ, അതായത് ബാലാമണിയെ സ്നേഹിച്ചിട്ട് അവളെ ഉപേക്ഷിച്ച് ആനന്ദ് എന്നെ കല്യാണം കഴിച്ചത് ശരിയാണോ? പറയച്ച. അത് ശരിയായില്ല. എന്നെ അറിയിക്കാതെ സ്വന്തം പേരിലുള്ള സ്ഥലം വിട്ടിട്ട് ബാലാമണിക്ക് 250 പവന്റെ സ്വർണം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തു പറയാനാ? ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. വിവാഹം കഴിഞ്ഞിട്ടും അവളോടുള്ള ഇഷ്ടം കളഞ്ഞില്ല ആനന്ദ്. എന്നെ അറിയിക്കാതെ അവളെ ചെക്കപ്പിന് കൊണ്ടുപോയത് എന്തിനാ ആനന്ദ്? ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നോക്കില്ലായിരുന്നു അവളെ. അപ്പൊ സ്വാഭാവികമായും അവളുടെ കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്ക് മറുപടിയില്ല മോളെ. നീ പറയുന്നതൊക്കെ തന്നെയാ ശരി. അതൊക്കെ പോട്ടെ അച്ഛാ. എല്ലാം മറക്കാൻ തയ്യാറായിട്ടല്ലേ ഞാൻ മടങ്ങിച്ചെന്നത്. അപ്പോ എന്റെ വാക്കുകളിൽ പോലും വേണ്ടാത്ത അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് എന്നെ ഒഴിവാക്കായിരുന്നില്ല ആനന്ദ്. വാക്കുകളെക്കാൾ പരിശുദ്ധമായ പ്രവൃത്തികളെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒക്കെ ശരിയാ മോളെ. ഇനി അതൊന്നും ഓർത്ത് എന്റെ മോളെ വിഷമിക്കണ്ട. അങ്ങോട്ട് പോയത് തന്നെ തെറ്റാ. അല്ല, അവിടെ പോയതാ ഏറ്റവും വലിയ ശരി. അല്ലെങ്കിൽ ആനന്ദിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാൻ കഴിയില്ലായിരുന്നു. അച്ഛൻ പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഒരേ ഒരു മകള് കുടുംബവും കുട്ടികളുമായിട്ട് ജീവിച്ച് കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ആ, ആഗ്രഹിച്ചു. പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ. നടക്കും. അഭിരാമിയെ തഴയാൻ പറ്റും. പക്ഷേ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. എന്നെ വേണ്ടാന്ന് വച്ച എന്റെ ഭർത്താവിന് മുന്നിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. അച്ഛനും ഇഷ്ടമുള്ള ആളെ കല്യാണം ആലോചിച്ചോളൂ. എനിക്ക് സമ്മതം. അത് കല്യാണത്തോടുള്ള മോഹം കൊണ്ടല്ല, അഭിമാനം പണയപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട്. പുരുഷൻ അവഗണിച്ചാൽ ഉടനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പാഠമാകും അഭിരാമി. കണ്ണീരല്ല, കരുത്താ പെണ്ണിന് വേണ്ടത്. അത് ഞാൻ തെളിയിച്ചു കൊടുക്കും. ഞാൻ വിളിപ്പിച്ചത് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാ. കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്താ സർ? കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഊരും പേരും ഒന്നും അറിയാത്ത ഒരു സ്ത്രീയുടെ അജ്ഞാത ജഡം. പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ തികച്ചും സ്വാഭാവികമായൊരു മരണം. പട്ടിണി കിടന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സർ, അതാരാണെന്ന്? ആ, അങ്ങനെ ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്. മരിച്ചു കിടക്കുമ്പോ ഈ ബാഗ് അടുത്തുണ്ടായിരുന്നു. ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന ഭദ്രയുടേതാണോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. രൂപവും പ്രായമൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സംശയം ബലപ്പെടുന്നു.
ഇത് തന്നെയാ അല്ലേ? അതെ സാർ. സർ, ബോഡി സോറി, ബോഡി 2-3 ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു. പത്രത്തിൽ ഫോട്ടോ സഹിതം കൊടുത്തതിന്റെ കോപ്പി സ്റ്റേഷനിലുണ്ട്. ആരും അന്വേഷിച്ച് വരാതായപ്പോ ബോഡി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു. അനാഥശവങ്ങൾ സാധാരണ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കാറാ പതിവ്. നീ എവിടെ പോയതാ? ഞാനേ ഒന്ന് ചൈന വരെ പോയി. മന്മതിൽ പൊളിച്ചോ പൊളിച്ചില്ലോ എന്നൊരു സംശയം. അടുത്ത തവണ പോകുമ്പോ നിന്നെ കൂടെ കൊണ്ടുപോവാ. ഈ ബാഗിലെന്താ? നീ ഇവിടുന്ന് പോയപ്പോ ഇതില്ലായിരുന്നല്ലോ. ഇതും അവിടെ നിന്ന് കിട്ടിയതാ. ഓ ഡി, നീ എന്നെ കളിയാക്കിട്ട് പോവാന്ന് വിചാരിക്കണ്ട. എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായി? എന്റെ കണ്ണ് വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടുപിടിക്കും ഞാൻ. ഒന്ന് പോടി. അമ്മേ, നിനക്ക് എന്തിന്റെ കുഴപ്പോ? നീ തീവ്രവാദിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ ബാഗിൽ ബോംബല്ലേ? ഈ വീട് ബോംബ് വെച്ച് തകർക്കാനല്ലേ നിന്റെ ഉദ്ദേശം? എന്റെ കുറച്ച് പഴയ തുണിയാ അതില്. ദയവ് ചെയ്ത് നീ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്. നിവർത്തിയേട്ടാ, ഞാൻ നിന്നെ വല്ല അതിക്രമം ചെയ്തു പോവും. ആഹാ, അല്ല വീട്ടിലിരിക്കുന്ന പഴയ തുണികൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പുഴുങ്ങി തിന്നാൻ. ആഹാ, ഇന്നു മുതലേ ഞാൻ തുണികളാ തിന്നാൻ പോകുന്നത്. ഒന്ന് ഇറങ്ങിപ്പോടി. അല്ല അതിലെന്തെന്ന് നോക്കണോ? ഇങ്ങോട്ട് വാ, ഇറങ്ങി പോങ്ങോട്ട്. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഇത് അമ്മയുടെ ഇതെവിടുന്ന് കിട്ടി? അമ്മ ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ ബാലമണി. അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്താ മോനെ? ഇവിടുന്ന് പോയിട്ട് കുന്നംകുളത്തൊരു ആശ്രമത്തിലായിരുന്നു ബാലാമണിയുടെ അമ്മ. അവിടെ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും അവിടുന്ന് പോയിരുന്നു. പിന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ എന്ന വിവരം അറിയിച്ചത്. മരണം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നല്ലല്ലോ.
ചെന്നപ്പോഴേക്കും വൈകിപ്പോയി. അപ്പോ എനിക്കിനി ഈ ലോകത്ത് ആരുമില്ലല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഞങ്ങളൊക്കെ പിന്നെ ആരാ? ശരിയാ, എല്ലാവരും ഉണ്ട്. എന്നാലും മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തിയതാ എന്നെ. സാരമില്ല സാർ, ജീവനില്ലെങ്കിലും ആ മുഖം ഒന്ന് എനിക്ക് കാണണം. എവിടെയാ സാർ ഇപ്പൊ എന്റെ അമ്മ? ശരീരം എവിടെയാ മോനെ? അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണട്ടെ എന്റെ മോള്. അതിനുള്ള ഭാഗ്യം പോലും ഇല്ല. വഴിക്കെവിടെ കിടന്നായിരുന്നു മരണം. ആരും തിരിച്ചറിഞ്ഞില്ല. 2-3 ദിവസം മോർച്ചറിയിലുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു, കുട്ടികൾക്ക് പഠിക്കാൻ. പഠിക്കാൻ വിട്ടുകൊടുക്കേണ്ടത് ആ ശരീരമല്ല, മനസ്സാണ്. സ്നേഹിക്കാനും സഹിക്കാനും മാത്രം ശീലിച്ച ആ മനസ്സ്, അതിന് കഴിയും ആർക്കെങ്കിലും? ബാലാമണി, അവസാനായിട്ടെങ്കിലും ഒന്ന് കാണണമെന്നും ആ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചൊന്ന് കരയണമെന്നും ആഗ്രഹിക്കുന്നത് തെറ്റാണോ സർ? എന്തൊരു യോഗ മോളെ ഇത്. അമ്മേ, നമുക്കെന്താ ചെയ്യാൻ പറ്റുക? എല്ലാം കഴിഞ്ഞു പോയില്ലേ? എന്തൊരു ജന്മം അതിന്റെ. ജീവിച്ചിരുന്നപ്പോ കഷ്ടപ്പാടും ദുരിതവും കണ്ണീരും കൊണ്ട് മുറിവേറ്റ് മനസ്സ് ചിതറിപ്പോയത്. മരിച്ചപ്പോഴെങ്കിലും അതിനെ വെറുതെ വിട്ടുകൂടായിരുന്നു എന്റെ ഈശ്വരൻ. ശരീരം കീറി കണ്ടിച്ച് പക തീർക്കാൻ മാത്രം എന്ത് പാവം എന്റെ അമ്മ ചെയ്തത്. മോളെ, മോളെ കരയല്ലേ. കരയട്ടെ അമ്മേ. സങ്കടം ഇങ്ങനെ കരഞ്ഞു തീരുന്നത് തന്നെ നല്ലത്. മോനെ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥയാ ബാലയ്ക്ക്. അത് മാറണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ജീവിതം വേണം ബാലാമണിക്ക്. 5-6 മാസം കൂടി കഴിയുമ്പോൾ ഒരു കുട്ടി കൂടിയാവും. അതിനെ വളർത്താൻ വേണ്ടി മാത്രമാണോ അവൾ ജീവിക്കേണ്ടത്? ബാലാമണിക്കൊരു ജീവിതം വേണം. അതിന് ആദ്യം വേണ്ടത് ബന്ധങ്ങളാ. അമ്മയല്ലേ മരിച്ചു പോയിട്ടുള്ളൂ, അച്ഛനുണ്ടല്ലോ. അയാൾ വരണം. വരണോന്ന് പറഞ്ഞ വിളിച്ചോണ്ട് വരണം. വയ്യെങ്കിൽ പറ, ഞാൻ ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാം. അതുകൊണ്ടായില്ല അമ്മേ. ഇറക്കിക്കൊണ്ടുവരല്ല ചെയ്യേണ്ടത്, ചെന്ന് കയറണം. അഴകത്തെ അനന്തരാവകാശിയാ ബാലാമണി.
അവള് ആ വീട്ടിലാ താമസിക്കണ്ടേ. എന്നാ വിളിച്ചോണ്ട് പോ മോനെ നീ. കഴിയുമെങ്കിൽ ആ കഴുത്തിലൊരു താരി കെട്ടിയിട്ട് അവളെ വിളിച്ചോണ്ട് പോ. അമ്മേ അത് പിന്നെ എന്താ ആകാശം ഒടിഞ്ഞ് താഴെ വീഴുവൊന്നുമില്ല. നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ ആരുടെ സമ്മതം വേണ്ട. വയ്യെങ്കിൽ പറ, അന്തസ്സായിട്ട് വേറെ കെട്ടിച്ച് വിടും ഞാൻ അവളെ. അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടില്ല. ഒരു പാവപ്പെട്ട മീൻകാരി പറയുന്ന പൊട്ടത്തരമായിട്ടൊന്നും വിചാരിക്കണ്ട. എനിക്കതിന് കഴിയും.